നമസ്കാരം, ഞാൻ കവിത. അക്ഷരഭരണിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ രാഷ്ട്രത്തിൻ്റെ ക്ലാസ്സാണ്. മൂന്നാമത്തെ പാഠത്തിൻ്റെ 5ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. നമുക്കിനി ക്ലാസ്സിലോട്ട് കടക്കാം. മൂന്നാമത്തെ പാഠത്തിൻ്റെ ബാക്കി ഭാഗമാണ്. നമുക്കാദ്യം ഇന്നെടുക്കുന്ന പോർഷൻ കംപ്ലീറ്റ് വായിക്കാം. उल्लूर आज मलयालम के एक प्रमुख साहित्यकार के रूप में विख्यात हैं. उन्होंने एक महाकाव्य भी रचा, कई छोटी बड़ी कविताएं की, एक चंबू लिखी. उनकी रचनाएं रूप और भाव की दृष्टि से अत्यंत श्रेष्ठ बन पड़ी है. अपने दीर्घकालीन तपस्या के पश्चात वे केरल साहित्य चरित्रम नामक बृहद काव्य ग्रंथ प्रस्तुत कर सके, जिसमें केरल के लेखकों की मलयालम रचनाओं का ही नहीं अपितु तमिल और संस्कृत रचनाओं का भी विशद विवेचन किया है. वे उच्च कोटि के गवेषक थे और नई नई जानकारी के आधार पर अपने निष्कर्षों में सुधार लाते रहे. उन्होंने नवोदित साहित्यकारों को खूब प्रोत्साहित किया. अन्य साहित्यकारों की पुस्तकों में आपने जो पीठिकाएं लिखी, उनकी तुलना जॉर्ज बर्नार्ड शॉ की पीठिकाओं से की जाती है. वे तिरुविदांगूर के राजाओं के सद्गुणों के बड़े प्रशंसक थे, पर जनता की सांस्कृतिक उच्चति के लिए प्रेरणा देते भी रहे. उनकी भाषा संस्कृत शब्दों से लदी है, इस कारण कहीं कहीं क्लिष्टता भी है, पर उनके इन प्रयोगों से मलयालम भाषा का पोषण ही हुआ. अपने साहित्यिक परिश्रमों से उन्हें अपने जीवन काल में अर्थ और यश मिला, तो भी उन्हें कई कड़ू आलोचनाओं का शरवेय होना भी पड़ा. ये आलोचक प्रायः अयथार्थ लाभों के लोभी थे. ഇനി നമുക്ക് ഓരോ ലൈനായിട്ട് വായിച്ച് അർത്ഥം നോക്കാം. उल्लूर आज मलयालम के एक प्रमुख साहित्यकार के रूप में विख्यात है. ഉള്ളൂർ ഇന്ന് മലയാളത്തിലെ പ്രമുഖനായ ഒരു സാഹിത്യകാരൻ എന്ന നിലയിലാണ് പ്രസിദ്ധി ആർജിച്ചത്. ഉൻഹോനെ ഏക് മഹാകാവ്യ ഫി രച, അദ്ദേഹം ഒരു മഹാകാവ്യം കൂടി രചിച്ചിട്ടുണ്ട്. കൈ ചോട്ടി ബഡി കവിതായേം കി, ചെറുതും വലുതുമായ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ഏക് ചമ്പു ലിഖി, ഒരു ചമ്പു, അതായത് ഗദ്യവും പദ്യവും കൂടി ചേർന്ന രചനയാണ് ചമ്പു എന്ന് പറയുന്നത്. उनकी रचनाएं रूप और भाव की दृष्टि से अत्यंत श्रेष्ठ बन पड़ी है. അദ്ദേഹത്തിന്റെ രചനകൾ രൂപവും ഭാവവും കലർന്നതുകൊണ്ട് അവ വളരെ ശ്രേഷ്ഠമാണ്. अपने दीर्घकालीन तपस्या के पश्चात वे केरल साहित्य चरित्रम नामक बृहद काव्य ग्रंथ प्रस्तुत कर सके. അദ്ദേഹത്തിന്റെ നീണ്ടകാലത്തെ പ്രയത്നത്തിന്റെ ഫലമായി കേരള സാഹിത്യ ചരിത്രം എന്ന പേരുള്ള വലിയൊരു ഗ്രന്ഥം പബ്ലിഷ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. जिसमें केरल के लेखकों की मलयालम रचनाओं का ही नहीं अपितु तमिल और संस्कृत रचनाओं का भी विशद विवेचन किया है. അതിൽ കേരളത്തിലെ ലേഖകന്മാരുടെ മലയാളം രചനകളെ മാത്രമല്ല തമിഴിലെയും സംസ്കൃതത്തിലെയും രചനകളെ വിശദമായി വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. वे उच्च कोटि के गवेषक थे और नई नई जानकारी के आधार पर अपने निष्कर्षों में सुधार लाते रहे. അദ്ദേഹം ഗവേഷകനായിരുന്നു. പുതിയ പുതിയ അറിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു. ഉൻഹോനെ നവോദിത് സാഹിത്യകാരോं को खूब प्रोत्साहित किया. അദ്ദേഹം പുതിയ പുതിയ സാഹിത്യകാരന്മാരെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. अन्य साहित्यकारों की पुस्तकों में आपने जो पीठिकाएं लिखी, उनकी तुलना जॉर्ज बर्नार्ड शॉ की पीठिकाओं से की जाती है. അദ്ദേഹം മറ്റു സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങളിൽ മുഖവുര എഴുതി. ആ മുഖവുരകൾ
ജോർജ് ബെർണാഡ് ഷായുടെ മുഖവുരയുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. വേ തിരുവിതാംകൂർ കെ രാജാവോं के सद्गुणों के बड़े प्रशंसक थे. അദ്ദേഹം തിരുവിതാംകൂറിലെ രാജാക്കന്മാരുടെ നല്ല ഗുണങ്ങളെ വളരെയധികം പ്രശംസിച്ചിട്ടുണ്ട്. पर जनता की सांस्कृतिक उच्चति के लिए प्रेरणा देते फिर रहे. അതുപോലെ തന്നെ ജനങ്ങളുടെ അവരുടെ സാംസ്കാരിക വളർച്ചയ്ക്കായും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരുന്നു അദ്ദേഹം. ഉൻകി ഭാഷ സംസ്കൃത ശബ്ദം സേ ലതി ഹെ. അദ്ദേഹത്തിന്റെ ഭാഷ സംസ്കൃതം കലർന്നതാണ്. ഇസ് കാരൻ കഹി കഹി ലിഷ്ടത ഫി ഹെ. ആ കാരണത്താൽ അത് കുറച്ച് പ്രയാസമുള്ളതുമാണ്. पर उनके इन प्रयोगों से മലയാളം ഭാഷ का पोषण ही हुआ. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ പ്രയോഗം കൊണ്ട് മലയാള ഭാഷ പരിപോഷിക്കപ്പെട്ടിട്ടേയുള്ളൂ. अपने साहित्यिक परिश्रमों से उन्हें अपने जीवन काल में अर्थ और यश मिला तो भी उन्हें कई कड़ु आलोचनाओं का शरवेयु होना भी पड़ा. അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായി സമ്പത്തും പ്രശസ്തിയും ഒക്കെ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിന് കൈപ്പേറിയ ദുരനുഭവങ്ങളും ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഏ ആലോച പ്രായ അയഥാർത്ഥ ലാഭോं के लोभी थे. അങ്ങനെ പ്രവർത്തിച്ചവർ യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾക്ക് ലാഭം നേടാൻ ആഗ്രഹിച്ചവരായിരുന്നു. ഈ പാഠത്തിന്റെ 5ാമത്തെ ഭാഗം ഇവിടെ കഴിയുകയാണ്. അടുത്ത ദിവസം അടുത്ത ഭാഗവുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.